ഇടതുമുന്നണി ക്യാമ്പുകൾക്ക് സ്ഥാനാർത്ഥികൾക്ക് പ്രവർത്തകർക്കൊക്കെയും ആവേശം പകർന്നുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിവിധ മണ്ഡല പര്യടനങ്ങൾ ഇങ്ങനെ പുരോഗമിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലായിരുന്നു. ഇന്ന് കൊല്ലത്ത് ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി യോഗങ്ങളിൽ സംസാരിക്കുന്നുണ്ട്. രാവിലെ 9:30 ചവറയിൽ വാർത്താ സമ്മേളനവും നടത്തുന്നുണ്ട്. ചവറ, കടനല്ലൂർ, ചടയമംഗലത്തും മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. രാജ്കുമാർ കൊല്ലത്ത് നിന്നും ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് രാജ്കുമാർ. മുഖ്യമന്ത്രി നേരത്തെ സംസാരിച്ച മണ്ഡലങ്ങളിലൊക്കെയും ഒരു ജനങ്ങളുടെ ഒരു തള്ളിക്കയറ്റം, അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെയും കേൾക്കാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൂടുതൽ ആവേശം പകർന്നുകൊണ്ട് അദ്ദേഹം എത്തുന്ന വേദികൾക്ക് മുന്നിലൊക്കെയും നമ്മൾ കണ്ടതാണ്, ഇന്നലെയും കണ്ടതാണ്. ആ ഒരു ആവേശം ഇന്നും കൊല്ലത്തും അലയടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പരിപാടികൾ? ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ 9:30 ചവറ CPM ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമങ്ങളെ പതിവ് പോലെ അദ്ദേഹം കാണും. അവിടെ അദ്ദേഹത്തിന് പറയാനുള്ളത് പറയും. മാധ്യമങ്ങൾക്ക് ചോദിക്കാനുള്ള ഒരു അവകാശം. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഇത്രയേറെ വാർത്താ സമ്മേളനങ്ങൾ നടത്തുകയും സ്ഥിരം മാധ്യമ പ്രവർത്തകരെ കാണുന്ന മറ്റൊരു മുഖ്യമന്ത്രി ഉണ്ടാകുമ്പോൾ ഇത് സംശയമില്ല. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനമൊക്കെ ചരിത്രത്തിന്റെ ഇതിൽ സ്വർണ്ണ ലിപികളാൽ കുറിക്കപ്പെടുന്നതാണ്. ഒപ്പം തന്നെ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി എം മുകേഷ്, അദ്ദേഹം സിറ്റിംഗ് MLA കൂടിയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ഊഴമാണ് ലോക്സഭയിലേക്കുള്ള മത്സരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് രാഷ്ട്രീയമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അങ്ങനെ ചവറ തേവരക്കരയിൽ അദ്ദേഹം ആദ്യ യോഗം ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം കണ്ണനല്ലൂർ, അതായത് കുണ്ടറ നിയോജക മണ്ഡലത്തിൽ കണ്ണനല്ലൂരിൽ അടുത്ത യോഗത്തിൽ പങ്കെടുക്കും. പിന്നീട് 5:30 ചടയമംഗലം നിയോജക മണ്ഡലത്തിലെ ചടയമംഗലം സ്റ്റേഡിയത്തിലും അദ്ദേഹം പങ്കെടുക്കും. ഇതാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പരിപാടിയുമായി ബന്ധപ്പെട്ട. രാജ്കുമാറാണ് മുഖ്യമന്ത്രിയുടെ പര്യടനം സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്. രാജ്കുമാർ, ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നമ്മുടെ മാധ്യമപ്രവർത്തകരൊക്കെയും വളരെ സജീവമായി തന്നെ നിൽക്കുമ്പോൾ പ്രേക്ഷകരും ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ആവേശം നേരിട്ട് കാണാൻ കഴിയുന്നത് ഫീൽഡിൽ എന്നത്. അപ്പോൾ കൊല്ലത്തിന്റെ മൊത്തത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് ചിത്രം എല്ലാ ദിവസവും നമ്മുടെ വാർത്തകളിലേക്ക് രാജ്കുമാർ എത്തിക്കുന്നുണ്ട്. എങ്കിലും നേരിട്ട് കാണുന്ന കാര്യങ്ങളെക്കുറിച്ച് ഇന്നലെ ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിലായിരുന്നു നമ്മുടെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി മുകേഷിന്റെ പര്യടനം. അഭൂതപൂർവമായിട്ടുള്ള ഒരു ജനസഞ്ചയം എല്ലാ സ്ഥലങ്ങളിലും. പ്രത്യേകിച്ച് നമുക്കിപ്പോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് എന്ന് പറയുമ്പോൾ കൊല്ലം ജില്ലയൊക്കെ മഞ്ഞ അലർട്ടിന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളാണ്. 40 ഡിഗ്രിയിലേക്ക് എത്തുകയാണ്. ആ ചൂടിനെ പോലും അവഗണിച്ചുകൊണ്ട് ഇത്രയേറെ ജനം പുറത്തിറങ്ങി അവരുടെ സ്ഥാനാർത്ഥിയായി എം മുകേഷിനെ നെഞ്ചേറ്റുന്ന ഒരു രംഗമുണ്ട്. അത് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഇതുപോലെ ഒരേപോലെ അത് പ്രകടമാകുന്നുണ്ട്. വളരെ ശക്തമായ മത്സരം ഇടതുമുന്നണിയും വലതുമുന്നണിയും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ് കൊല്ലം. ഇവിടെ BJPക്ക് ഉള്ളിൽ തന്നെ ആഭ്യന്തരമായിട്ടുള്ള കലഹങ്ങളും പ്രശ്നങ്ങളും നിലനിൽക്കുന്നു. തുടക്കത്തിലെ കല്ലുകടി ഉണ്ടായിരുന്നു. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് വളരെ വൈകിയായിരുന്നു. എന്നാലും നടൻ കൃഷ്ണകുമാർ, സീരിയൽ നടൻ, വെള്ളിത്തിരയിൽ ഒപ്പം തന്നെ മിനി സ്ക്രീനിലൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു താരം കൂടിയാണ്. അദ്ദേഹമാണ് ഇവിടുത്തെ LDA സ്ഥാനാർത്ഥി. അദ്ദേഹത്തിനാവുന്നത് പോലെ ഉള്ള സമയം കൊണ്ട് പരമാവധി ജനങ്ങളിലേക്ക് എത്താനൊക്കെ ഒരു നീക്കം നടത്തുന്നുണ്ട്. എന്തായാലും കൊല്ലത്ത് തീവാറുന്ന പോരാട്ടം നമുക്ക് കാണാം. ശരി രാജ്കുമാർ, താങ്ക് യു. എന്തായാലും രാജ്കുമാറിനെ സംബന്ധിച്ചിടത്തോളം വളരെ തിരക്ക് പിടിച്ച ഒരു ദിവസമാണെന്ന്. 9:30 മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം ചവറയിൽ നടക്കാനിരിക്കുന്നത്. അതിനുശേഷം ഇന്ന് 3 ഇടങ്ങളിൽ മുഖ്യമന്ത്രി ജനങ്ങളെ കാണുന്നുണ്ട്. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സാഹചര്യത്തെക്കുറിച്ച് കൊല്ലം മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി എം മുകേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സംസാരിക്കുന്നുമുണ്ട്. സമഗ്ര വിവരങ്ങളാണ് കൊല്ലത്ത് നിന്നും രാജ്കുമാർ നൽകിയത്.